ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഒരാളെ ഉപദ്രവിക്കുന്നു. ബലമുള്ളവർ ബലഹീനനെ ഉപദ്രവിക്കുന്നു. തിരിച്ചൊന്നും ചെയ്യുവാൻ കഴിവില്ലാത്തവനെ കാരണമില്ലാതെ ക്രൂരമായി ആക്രമിക്കുന്നു. തടയാൻ ശ്രമിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി മിണ്ടാതെയാക്കുന്നു. അവരുടെ അതിക്രമം എല്ലാ അതിരുകളും ലംഘിക്കുന്നു. അത് സമൂഹ മനസാക്ഷിയെ നടുക്കുന്ന ദുരന്തമായി മാറുന്നു. അവർ ആരും കാണാതെ ചെയ്ത ക്രൂരത എല്ലാവർക്കും തെളിവായി വരുന്നു. അതിക്രമം മറച്ചുവെക്കാൻ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു. ഈ കേട്ടതെല്ലാം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം സംഭവിച്ചത് 3000-ലധികം വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനിത് വിശദീകരിക്കാം. ബലവും അധികാരവുമുള്ള ആളുകൾ അതില്ലാത്തവരെ ഉപദ്രവിക്കുന്നു, ചൂഷണം ചെയ്യുന്നു. മനുഷ്യ ചരിത്രത്തിലുടനീളം ഇതൊക്കെ നമുക്ക് കാണാം. സമൂഹത്തിൽ ഇത് നടക്കാറുണ്ട്, കുടുംബത്തിൽ സംഭവിക്കാറുണ്ട്, രാഷ്ട്രീയക്കാരുടെ ഇടയിലും ഭരണാധികാരികളുടെ ഇടയിലും ഇത് ഉണ്ടാകാറുണ്ട്, വിദ്യാലയങ്ങളിൽ ഇത് സംഭവിക്കുന്നു. മനുഷ്യൻ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന ഈ കാലത്ത് ഇത്തരം സംഭവങ്ങളുടെ എണ്ണം കൂടി വരുന്നതും നമ്മെ നിരാശപ്പെടുത്തുന്നു. ഏതായാലും ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം വളരെ പണ്ട് നടന്നതാണ്. ഒരു ധനികനായ വ്യക്തിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയോട് അയാൾക്ക് അല്പം പ്രിയം കൂടുതലായിരുന്നു. കാരണം അവൾ കൂടുതൽ സുന്ദരിയായിരുന്നു, അത്ര തന്നെ. പക്ഷേ ഈ സുന്ദരിയായ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അവൾക്ക് മക്കളില്ല. എന്നാൽ കാണാൻ വലിയ സൗന്ദര്യമില്ലാതിരുന്ന ഭാര്യയ്ക്ക് മക്കളുണ്ടായി. മക്കളുണ്ടായെങ്കിലും ആ മക്കളോട് അവരുടെ അപ്പന് വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. ഇഷ്ടമില്ലാത്ത അച്ചി ചെയ്യുന്നതെല്ലാം കുറ്റമെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഇഷ്ടമില്ലാത്ത അച്ചിയുടെ മക്കളും ശരിയല്ല എന്ന് അയാൾ കരുതി. മക്കളാണെങ്കിലും അയാൾ അവരെ വേലക്കാരെ പോലെ തന്നെയാണ് കരുതിയത്. ഇത് ആ കുട്ടികളുടെ ഉള്ളിൽ അപ്പനോട് ദേഷ്യവും വിരോധവും ഉണ്ടാക്കി. ആ മക്കൾക്ക് അവരുടെ അപ്പൻ കൊടുത്ത ജോലി തൻ്റെ കന്നുകാലികളെ മേയ്ക്കുക എന്നതാണ്. കാലികളെ മേയ്ക്കുവാൻ വേണ്ടി അവർ വീട്ടിൽ നിന്നും വളരെ ദൂരെ പോവുക സാധാരണയായിരുന്നു. അനേക വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ മനുഷ്യൻ്റെ ഇഷ്ടഭാര്യയ്ക്കും ഒരു മകൻ ജനിച്ചു. ആ മകൻ ജനിച്ചതും അപ്പൻ ആ മകനോട് വലിയ വാത്സല്യവും പക്ഷഭേദവും കാണിക്കുവാൻ തുടങ്ങി. ഇത് അവൻ്റെ സഹോദരന്മാർക്ക് അമിതമായ കോപമുണ്ടാക്കി. അപ്പനെ വെറുത്തിരുന്ന ആ മക്കൾ ഈ ഇളയ മകനെയും വെറുക്കാൻ തുടങ്ങി. ഇളയ മകനും വളർന്നു കൗമാരപ്രായത്തോടടുത്തു. അവൻ്റെ സഹോദരന്മാർ വളരെ ദൂരെ എവിടെയോ ആടിനെ മേയ്ക്കുവാൻ പോയിരിക്കുകയാണ്. ചില ദിവസങ്ങളായി അവരുടെ വിവരമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി അവരുടെ അപ്പൻ അവരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ പ്രിയ മകനെ തന്നെ അവരുടെ അടുത്തേക്ക് അയക്കാം എന്നായിരുന്നു അയാളുടെ തീരുമാനം. അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് വസ്തുക്കളുമെല്ലാം ഇവൻ്റെ കയ്യിൽ കൊടുത്ത് അവരെ തേടി ഇളയ മകനെ അയച്ചു. വളരെ ദൂരെ യാത്ര ചെയ്താണ് ഈ ഇളയ മകൻ തൻ്റെ സഹോദരന്മാരെ കണ്ടെത്തിയത്. പല ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ സഹോദരന്മാരെ കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കുമെന്നാണ് ആ ബാലൻ കരുതിയത്. എന്നാൽ വീട്ടിൽ നിന്നും വളരെ ദൂരെയുള്ള ഈ വെളിംപ്രദേശത്ത് ഈ ഇളയ സഹോദരനോട് എന്തു ചെയ്താലും ആരും അറിയില്ല എന്ന് മൂത്ത സഹോദരന്മാർ കരുതി. അവർ അത് പരസ്പരം പറഞ്ഞു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം അവർ വാങ്ങിക്കഴിച്ചിട്ട് ആ ബാലനെ പിടിച്ച് ഒരു കുഴിയിലിട്ട് കളഞ്ഞു. സഹോദരന്മാരുടെ ഈ ക്രൂരമായ പെരുമാറ്റം കണ്ടിട്ട് അവൻ വാവിട്ട് കരഞ്ഞു. അവൻ അവരോട് കരഞ്ഞപേക്ഷിച്ചിട്ടും അവർക്ക് അവനോട് കരുണ തോന്നിയതേയില്ല. ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. എങ്കിലും അവർ ആരും അവനോട് കരുണ കാണിച്ചില്ല. എന്ന് പറഞ്ഞുകൂടാ, അവരുടെ ഇടയിൽ ഏറ്റവും മൂത്തവൻ പറഞ്ഞു, അവനൊരു ചെറിയ പയ്യനല്ലേ, അവനോട് ഇങ്ങനെ ചെയ്യാമോ? പക്ഷെ മറ്റുള്ളവർ ആരും അവൻ്റെ വാക്ക് കേട്ടില്ല. അല്ല, എന്തിനു കേൾക്കണം? അവരുടെ അപ്പൻ അവരോട് കാണിച്ച ദ്രോഹത്തിന് അപ്പനെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. അതിനു പകരം അപ്പൻ ഇഷ്ടപ്പെടുന്ന ഈ ബാലനെ നമുക്ക് ഉപദ്രവിക്കാം. അവനെ ഇപ്പോൾ ഉപദ്രവിച്ചാൽ ആരും ഒന്നും അറിയില്ല. കാരണം ഇത് വീട്ടിലല്ലല്ലോ സംഭവിക്കുന്നത്. ദൃക്സാക്ഷികളാണെങ്കിൽ ആരും ഇല്ലതാനും. നമ്മൾ എന്തു ചെയ്താലും ഈ ബാലന് നമുക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയില്ല, അവർ ചിന്തിച്ചു. അവൻ നമ്മെക്കാളൊക്കെ ചെറുപ്പമാണ്.
നമുക്ക് അവനേക്കാൾ ആരോഗ്യമുണ്ട്. മാത്രമല്ല, അവൻ തനിയെയാണ്. നമ്മെ ഇപ്പോൾ ആരും കാണുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവനോട് എന്തു ചെയ്താലും ആരും അറിയാനും പോകുന്നില്ല. അവർക്കിടയിൽ തന്നെ ഒരാൾ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഭൂരിപക്ഷം പേരും ഒരുമിച്ച് നിന്ന് അയാളുടെ ശബ്ദത്തെ ഇല്ലാതാക്കി. അങ്ങനെ അവർ ആ ക്രൂരത ആ ബാലനോട് ചെയ്തു. അപ്പോൾ അവർക്ക് ആ ബാലനേക്കാൾ ശക്തിയും അധികാരവും സംഘബലവും ഉണ്ടായിരുന്നു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുമ്പ് ചില അടിമക്കച്ചവടക്കാർ ആ വഴി വന്നു. അവർ അവനെ കൊന്നില്ല. പക്ഷെ അതിലും ക്രൂരമായ ഒന്ന് അവനോട് ചെയ്തു. അവനെ ഒരു അടിമയായി വിറ്റുകളഞ്ഞു. അവരുടെ ഇളയ സഹോദരനെ അവരുടെ അടുത്തേക്ക് അയച്ചു എന്ന കാര്യം അവരുടെ അപ്പനറിയാം. എന്നാൽ ആ ഇളയ സഹോദരൻ അവരുടെ അടുത്ത് എത്തിയെന്നതിന് യാതൊരു തെളിവുമില്ല. അതായിരുന്നു അവർ ചെയ്ത ഈ ക്രൂരകൃത്യം മറച്ചുവെക്കുവാനുള്ള അവരുടെ തുറുപ്പുചീട്ട്. അവർ എന്നിട്ടൊരു കള്ളക്കഥയുണ്ടാക്കി. അവരുടെ ഇളയ സഹോദരൻ്റെ ഉടുപ്പ് അവർ ഊരിയെടുത്തിരുന്നു. ആ ഉടുപ്പിൽ ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തമങ്ങ് പുരട്ടി. എന്നിട്ട് അവർ മടങ്ങി വീട്ടിൽ വന്ന് ഈ ഉടുപ്പ് അപ്പനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ഉടുപ്പ് നിന്റെ മകൻ്റെ ആണോ? ഒന്ന് നോക്കൂ. സാഹചര്യ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വൃദ്ധനായ അവരുടെ അപ്പനെ അവർ ചതിക്കുകയായിരുന്നു. ഇവർ ഒന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല എന്ന് നടിച്ചു. രക്തം പുരണ്ട ഉടുപ്പ് കണ്ട ആ വൃദ്ധൻ എൻ്റെ മകനെ ഏതോ ദുഷ്ടമൃഗം തിന്നുകളഞ്ഞു എന്ന് വിശ്വസിച്ചു. അതിക്രൂരമായ ഒരു കുറ്റകൃത്യം അന്ന് ആ കുടുംബത്തിൽ നടന്നു. അതാരും അറിയില്ല എന്ന് കുറ്റം ചെയ്തവർ കരുതി. കാരണം തെളിവ് എന്നേക്കുമായി ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, വേറെ ആരോ ആണ് ആ ബാലനെ അപായപ്പെടുത്തിയത് എന്നതിനുള്ള തെളിവും അവർ ഹാജരാക്കി. ഇത് ബൈബിളിലുള്ള യോസെഫിൻ്റെ കഥയല്ലേ? ആ കഥയ്ക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അന്ന് ആ സഹോദരങ്ങൾ അവരുടെ അനുജനായ യോസെഫിനോട് ചെയ്തതുമായി സാമ്യമുള്ളവയാണ്. തീർച്ചയായും പല സാമ്യങ്ങളുണ്ട്. എനിക്കെന്തെങ്കിലും ഒരു വിഷമം മറ്റൊരാളിൽ നിന്നും നേരിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദ്രവിച്ച ആളോട് പകരം വെട്ടാൻ എനിക്ക് സാധിക്കില്ല. എനിക്കതിനുള്ള ധൈര്യവും ശക്തിയുമില്ല. പക്ഷേ ആ ദേഷ്യവും വിരോധവും മുഴുവൻ വേറൊരാളുടെ മേൽ ഏൽപ്പിക്കുക. ഒരു തെറ്റും ചെയ്യാത്ത മൂന്നാമത്തെ ഒരാൾ എൻ്റെ ദേഷ്യത്തിനും വിരോധത്തിനും ഉപദ്രവത്തിനും പാത്രമാകുന്നു. ഇതല്ലേ റാഗിങ്? തീർച്ചയായും ഇതുതന്നെയാണ് റാഗിങ്. എൻ്റെ സീനിയേഴ്സ് എന്നെ റാഗ് ചെയ്തു, ഉപദ്രവിച്ചു. അവരോട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എൻ്റെ ദേഷ്യം മുതൽ എൻ്റെ ജൂനിയേഴ്സിൻ്റെ മേൽ ഞാൻ തീർക്കുന്നു. പുതിയതായി കോളേജിൽ ജോയിൻ ചെയ്തവരുടെ മേൽ ആ ദേഷ്യം തീർക്കുന്നു. അതാണ് റാഗിങ്. റാഗിങ്ങിനെതിരെ ഇന്ന് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് റാഗിങ് ഒക്കെ കുറഞ്ഞിട്ടില്ലേ? പല സ്ഥാപനങ്ങളിലും റാഗിങ് കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, പലയിടത്തും പൂർണ്ണമായി ഇല്ലാതാക്കാനും സാധിച്ചിട്ടുണ്ട്. എന്നാലും ഹോസ്റ്റലുകളുടെ ഉത്തരവാദിത്തമുള്ള ജീവനക്കാർ തന്നെ വിദ്യാർത്ഥികളോടൊപ്പം ചേരുമ്പോഴാണ് ഇപ്പോൾ പലയിടത്തും റാഗിങ് ഉണ്ടാകുന്നത്. അത് ശരിയാണ്. റാഗിങ് മൂലം ചില ദുരന്തങ്ങളുണ്ടായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ വിദ്യാർത്ഥികളുമായി പങ്കുചേർന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ റാഗിങ്ങിൻ്റെ മറ്റൊരു വകഭേദമാണ് അമ്മായിയമ്മ മരുമകളോട് വഴക്കുണ്ടാക്കുന്നത് എന്ന് പറയാറുണ്ട്. മരുമകളോട് വഴക്കുണ്ടാക്കുന്ന അമ്മാവിയമ്മ അവർ മരുമകളായിരുന്നപ്പോൾ അവരുടെ അമ്മായിയമ്മയിൽ നിന്ന് അനുഭവിച്ചതിന് ഇപ്പോൾ പകരം വീട്ടുകയാണ് എന്ന് ചിലർ കരുതുന്നു. ഇത്തരം പെരുമാറ്റങ്ങൾ സമൂഹത്തിലും സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ട് എന്നതിൻ്റെ തെളിവാണിത്. അധികാരമുള്ളപ്പോൾ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അവരുടെ കീഴിലുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അധികാരമുള്ളവരുടെ കീഴിൽ പ്രവർത്തിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, ഇങ്ങനെ അധികാരമുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നവർക്ക് പ്രതികരിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ അധികാരസ്ഥാനത്തുള്ളവർ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അധികാരസ്ഥാനത്തുള്ള എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അധികാരം ആളുകളെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലേ? സമ്പൂർണ്ണ അധികാരം സമ്പൂർണമായ അഴിമതിക്ക് കാരണമാകും എന്ന് മലയാളത്തിൽ പറയാം. ഞാൻ ചെയ്യുന്ന അക്രമം ആരും കാണില്ല, എനിക്കെതിരെ സാക്ഷി പറയാനോ പരാതിപ്പെടാനോ ഇവർക്ക് സാധിക്കില്ല, അതിനാർക്കും ധൈര്യവുമില്ല. അങ്ങനെ ചെയ്താൽ അവരെ ഉപദ്രവിക്കുവാൻ എനിക്ക് സാധിക്കും. നിയമ നടപടി എടുക്കേണ്ടവർ എനിക്കൊപ്പമാണ് തുടങ്ങിയ
അമിത ആത്മവിശ്വാസമാണ് പല അധികാരമുള്ളവരെയും ഈ നിലയിൽ പെരുമാറുവാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള പലരും ഇപ്പോൾ കുടുങ്ങുന്നുണ്ടല്ലോ. ഇതിപ്പോഴൊന്നുമല്ല, എപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ കേട്ട യോസെഫിൻ്റെ അനുഭവത്തിലും ഇത് സംഭവിച്ചു. യോസെഫ് എന്നയാൾ ഇനി ഒരിക്കലും ഞങ്ങൾക്കൊരു പ്രശ്നമാവില്ല എന്ന് കരുതിയാണ് അവൻ്റെ സഹോദരന്മാർ അവനെ അടിമയായി വിറ്റത്. പക്ഷേ 22 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി യോസെഫ് അവരുടെ മുമ്പിൽ നിന്നു. അത് ശരിയാണ്. യോസെഫ് അവരോട് പ്രതികാരമൊന്നും ചെയ്തില്ല എങ്കിലും തുടർന്ന് അവരുടെ മരണം വരെ യോസെഫ് എന്നെങ്കിലും ഞങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്ന ഭയത്തിലാണ് അവർ ജീവിച്ചത്. അതൊക്കെ നമ്മൾ കരുതുന്നതിലും വലിയ ശിക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും സമാധാനമുണ്ടാവില്ല. കാരണം അവർ യോസെഫിനോട് ചെയ്തത് യോസെഫ് മറന്നാലും അവർക്ക് മറക്കാൻ കഴിയില്ലല്ലോ. അവരുടെ വൃദ്ധനായ അപ്പനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ കളിച്ച നാടകമുണ്ടല്ലോ. യോസെഫിൻ്റെ ഉടുപ്പിൽ രക്തം പുരട്ടി അത് അവരുടെ വൃദ്ധനായ അപ്പനെ കൊണ്ടുപോയി കാണിച്ച സംഭവം. അപ്പൻ്റെ മുമ്പിൽ നിന്ന് തടി തപ്പാൻ വേണ്ടിയാണ് ആ വ്യാജ തെളിവും നാടകവുമൊക്കെ കളിച്ചത്. വയസ്സായിരിക്കുന്ന അപ്പൻ പെട്ടെന്നങ്ങ് മരിക്കും, പിന്നെ യോസെഫിനെക്കുറിച്ചുള്ള ചോദ്യമൊന്നും അപ്പനിൽ നിന്നുണ്ടാകില്ലല്ലോ എന്ന് അവർ കരുതിയിരിക്കാം. പക്ഷേ ആ അപ്പൻ മരിച്ചില്ല. യോസെഫിനെ വീണ്ടും കണ്ടിട്ടേ അപ്പൻ മരിച്ചുള്ളൂ. വൃദ്ധനായ അവരുടെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് യോസെഫിനെ വന്ന് കാണുന്നതും നടന്ന സംഭവവുമൊക്കെ മനസ്സിലാക്കുന്നതുമെല്ലാം ഈ സഹോദരന്മാർ നേരിട്ട് കണ്ടു. വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത ചതി അവസാനം പിടിക്കപ്പെട്ടു. ഒരിക്കലും അറിയില്ലെന്ന് വെച്ച അപ്പനും ആ കാര്യം അറിഞ്ഞു. സ്വന്തം സഹോദരനെ അടിമയാക്കി വിറ്റ യോസെഫിൻ്റെ സഹോദരന്മാർ പിന്നീട് ഈജിപ്തിൽ അടിമകളായി മാറി. 400 വർഷമാണ് അവരുടെ മക്കൾ അടിമത്തം അനുഭവിച്ചത്. ഇതിന് ഇവർ യോസെഫിനോട് ചെയ്ത ക്രൂരതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഒരാൾ ചെയ്യുന്ന ക്രൂരതയുടെയും അനീതിയുടെയും അനന്തരഫലം അയാൾ മാത്രം അനുഭവിച്ചാൽ പോരാ, പലപ്പോഴും അയാളുടെ മക്കളും അനുഭവിക്കേണ്ടി വരും. സ്വയം പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഒരാളെ ആക്രമിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അയാൾക്ക് പ്രതികാരം ചെയ്യാൻ കഴിയില്ലെന്നേ ഉള്ളൂ. ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ദൈവം പ്രതികാരം ചെയ്യും. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ 9880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.